ആണെന്നുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെയാണ്. മഹാനായ മഹദി ഇമാമ് അതാണല്ലോ അവസാനം വരുന്നത്. ആ മഹദി ഇമാമിൻ്റെ വരവ് അതോടുകൂടെ ഈ പ്രസ്ഥാനം മഹാനവറുകളെ ഏൽപ്പിക്കല. പതാക എന്നൊക്കെ പറഞ്ഞല്ല അതാ. ഞാൻ അതിനിങ്ങനെ കളിയാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അന്ന് പതാക ഉണ്ടോ സമസ്തക്ക്? ഏത് ജാതി പതാകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കണ്ടല്ലോ. ഈ വാക്കിൻ്റെ അർത്ഥം മാത്രം നോക്കുന്ന ചില സൃഷ്ടിച്ച മനസ്ഥിതിക്കാർ ഇന്നും നമ്മളിലുണ്ട്. വളരെ വിഷമാണ്. വക്രബുദ്ധിയുള്ളവർക്ക് ആ സൃഷ്ടിച്ച മനസ്സിൻ്റെ ഉടമകളാകാൻ കഴിയുള്ളൂ. വക്രബുദ്ധിയുള്ളവർക്ക്, ശരിയായ ബുദ്ധിയുള്ളവർക്ക് അത് കഴിയില്ല. ഒരു കൊടി, ഈ പതാക മഹദി ഇമാമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് ദ്വാരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പെട്ട തങ്ങളവർ ഒരു കൊടിങ്ങനെ പിടിച്ചിട്ട് ഈ പതാക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പതാക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൻ്റെ പതാക എന്ന് പറഞ്ഞാൽ ആ പതാക അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു? അതിൻ്റെ ആശയത്തിൻ്റെ ചിഹ്നമാണത്. അതാ. അപ്പം ഈ ആശയത്തെ, ഈ ആദർശത്തെ എന്നാ പറയുന്നത്. അവിടെ സ്ഥാപിച്ചത് സമസ്തയാണ്. സമസ്ത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്, ശരിയായ ദീന. ഇതിനെ, ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ള ഈ പ്രസ്ഥാനത്തെ, അത് മഹദി ഇമാം വരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ സമസ്ത കാളി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാ മനസ്സിലാക്കേണ്ടത്. ആ നിലക്കാ ചിന്തിക്കുക.